വിശ്വാസവും മതവും അത് ഒരു വ്യക്തിയെ നമ്മൾ അടിച്ചേൽപ്പിക്കാൻ പാടില്ല. അത് സത്യമാണ്. കാരണം നമ്മൾ പല വിശ്വാസത്തിലും പല മതത്തിലും ഉള്ളവരാണ്. പലപ്പോഴും ഫോഴ്സ്ഫുള്ളി കൺവേർട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മൾ ഒരാളെ ഫോഴ്സ്ഫുള്ളി പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഒരിക്കലും അതൊരു വ്യക്തിയും അംഗീകരിക്കില്ല. അപ്പോൾ മതവും വിശ്വാസവും വെച്ചിരിക്കുന്നത് ഒരു വ്യക്തിയെ ദൈവവുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട്, ദൈവത്തിന്റെ ദൈവികമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസിൽ കൂടി, അനുഭവത്തിൽ കൂടി കടന്നുപോയ വ്യക്തികൾക്ക് മാത്രമേ അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും, അല്ലെങ്കിൽ വേറൊരു വ്യക്തി അത് ദൈവത്തെ അറിയണമെന്ന് ആഗ്രഹമുള്ള ഒരാൾക്കും കൂടി അത് പകർന്നു കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കുള്ളൂ. ഏറ്റവും വലിയൊരു തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതുകൊണ്ടാണ് എല്ലാവരും ഇന്ന് ദൈവത്തെയും മതത്തെയും ഒക്കെ വെറുക്കുന്നത്. അതായത് ഒരിക്കലും ഒരു വ്യക്തിയെ ഇൻഡിപെൻഡന്റ് ആയിട്ട് കൊണ്ടുവരുന്നില്ല ആ ഒരു ദൈവവിശ്വാസം കൊണ്ട്. ഒരു ടൂളായിട്ട് ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നത് എനിക്ക് അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാനാണ് പഠിപ്പിക്കുന്നത്. ദൈവത്തെ അന്വേഷിച്ച് നമ്മളെ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ പറ്റുന്ന, നമുക്ക് പൂർണ്ണമായിട്ടും സ്നേഹിക്കാൻ പറ്റുന്ന ആ ഒരു അനുഭവത്തിലേക്ക് വരാനുള്ള ആഗ്രഹത്തോടു കൂടി അന്വേഷിച്ചാൽ നമ്മൾക്ക് എപ്പോഴും കണ്ടുമുട്ടാനായിട്ട് സാധിക്കും. ജീവിതം ഒരിക്കലും എവിടെയും സ്റ്റക്കായി പോവില്ല.